Good evening. So, we Ifos problem discuss then immovable property. So, we have concept immovable property case stamp duty valuation greater than stamp duty value greater than 110% of consideration. Okay. There are 3 cases. We have 3 head discuss it. So, on section 43CA, section 43CA, then section 50C, then now discuss here section 56 subsection 2 clause 10. 56 subsection 2 clause 10. 56 subsection 2 clause 10. Okay. So, ഇവിടെ section 43CA വരുമ്പോഴത്തേക്കും ഈ പറയുന്ന അസറ്റ് എന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂഷൻ 110% ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ എന്തെടുക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. സോ നമുക്ക് സെയിൽ പ്രൈസ് ഡീംഡ് സെയിൽ പ്രൈസ് ആയിട്ട് എന്തെടുക്കണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വിൽ ബി ടേക്കൺ ആസ് ഡീംഡ് സെയിൽ പ്രൈസ്. സോ ഇതിൽ നിന്നുകൊണ്ടാണ്. സോ ഇത് ആക്ച്വലി ഇതായിരിക്കില്ല കിട്ടുന്നത് കൺസിഡറേഷൻ ആയിരിക്കും. ബട്ട് എന്താണ് 110% സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂവിനെക്കാട്ടിലും 100% അത് കുറച്ചാണ് കൺസിഡറേഷൻ വെച്ചിരിക്കുന്നതെങ്കിൽ സോ സെക്ഷൻ 43CA അപ്ലൈ ചെയ്യും. ദെൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഡീംഡ് സെയിൽ പ്രൈസ് വരും. ദെൻ എവിടെ ആയിരിക്കും ഡീംഡ് സെയിൽ പ്രൈസ് വെച്ചിട്ട് എവിടെ ആയിരിക്കും നമുക്ക് വരുന്ന PGBP ഇൻകോ ആയിരിക്കും വരുന്നത്. PGBP ഇൻകോ ആയിരിക്കും വരുന്നത്. ദെൻ 50C ആകുമ്പോഴത്തേക്കും ഈ മോൾ പ്രോപ്പർട്ടി എന്തായിട്ട് വരും? ക്യാപിറ്റൽ അസറ്റ്. Capital asset. Okay. So, ഈ stamp duty value എന്തായിട്ട് എടുക്കും? Deemed. അല്ലെങ്കിൽ full value of consideration ആയിട്ട് എന്തെടുക്കും? ഈ stamp duty value എടുക്കും. ഇതുണ്ടാകുന്ന ഇൻകം നമ്മൾ എവിടെ കാണിക്കും? Capital gains. Then capital gains. Then പിന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 56 subsection 2 clause 10. 56 subsection 2 clause 10. ഇതിലും എന്താണ്? IFOS വരും. ഓക്കെ. സോ ദാറ്റ് മീൻസ് ഈ പറയുന്ന മോൾ പ്രോപ്പർട്ടി ദാറ്റ് മീൻസ് ലാൻഡ് ബിൽഡിംഗ് ഓർ ബോത്ത് മോൾ പ്രോപ്പർട്ടി എന്താണ്? സോ നമ്മൾ എന്താണ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ കവർ ചെയ്താൽ സോ നമ്മൾ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ കവർ ചെയ്തു. ദെൻ എന്താണ് നമുക്ക് കൺസിഡറേഷൻ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടുന്നതാണെങ്കിൽ നമ്മൾ എന്താണ് ഒന്നെങ്കിൽ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൺസിഡർ ചെയ്ത് 50,000 എക്സസ് ആണെങ്കിൽ അതെടുക്കും. അല്ല എങ്കിൽ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആൻഡ് കൺസിഡറേഷൻ ആക്ച്വൽ കൺസിഡറേഷൻ. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ കൺസിഡറേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 50,000 ആയിരിക്കണം. സോ ഓൾറെഡി നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്താണ് 110 ഗ്രേറ്റർ ദാൻ 110% ഓഫ് കൺസിഡറേഷൻ. സോ ഈ കേസിൽ നമുക്ക് എന്തായിട്ട് എടുക്കും? ആ പറയുന്ന ഡിഫറൻസ് ഓരോ ഇൻഡിവിജ്വൽ അസറ്റിന്റെ പെർ അസറ്റ് അല്ലെ. സോ പെർ പ്രോപ്പർട്ടി നമ്മൾ എന്തായിട്ട് എടുക്കും? IFOSൽ ടാക്സ് ചെയ്യും. സോ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ നമുക്കൊരു കേസിൽ ഇതേപോലെ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ കൺസിഡറേഷൻ ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ കിട്ടിയ ഒരു അസറ്റ് നമ്മൾ സെയിൽ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സെനാരിയോ ആണ് നമുക്ക്. സോ ഇവിടെ എല്ലാം നോർമലി ഈ പറയുന്ന കേസിലെല്ലാം നമ്മൾ എന്താ നടക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ മീൻസ് ജനറലി എന്താണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ജനറലി ഏത് ദിവസത്തെയാണ് വരുന്നത്? ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നോർമലി ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ് എടുക്കുന്നത്. ബട്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നത്തെ എടുക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഡേറ്റ് ഓഫ് എഗ്രിമെന്റ് എടുക്കും. എഗ്രിമെന്റ്. സോ എന്തായിരിക്കണം? ഓൺ ഓർ ബിഫോർ എഗ്രിമെന്റ് ഡേറ്റില് എന്ത് കിട്ടിയിട്ടുണ്ടാവണം?
ഒരു അഡ്വാൻസ് മിനിമം അല്ലെ, ഒന്നുകിൽ ഫുൾ ആകാം, അഡ്വാൻസ് അല്ലെ. സോ ഫുള്ള് അല്ലെങ്കിൽ പാർട്ട് അല്ലെങ്കിൽ ഫുൾ എമൗണ്ട് എന്താണേലും എന്തായിരിക്കണം ഈ കിട്ടുന്നത് പാർട്ട് ഓർ ഫുൾ ആയിട്ട് കിട്ടുന്നത് അക്കൗണ്ട് പേ ചെക്ക് ഓർ അക്കൗണ്ട് പേ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അക്കൗണ്ട് പേ DD. ദെൻ ഈ പറയുന്ന നോട്ടിഫൈഡ് എനി ഇലക്ട്രോണിക് മോഡ്. സോ അങ്ങനെയാണെങ്കിൽ ദാറ്റ് മീൻസ് നേരത്തെ അഡ്വാൻസ് എഗ്രിമെന്റ് ഡേറ്റിന് മുമ്പോ അല്ലെങ്കിൽ എഗ്രിമെന്റ് ഡേറ്റിൽ തന്നെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ ആയിട്ട് ക്യാഷ് കൊടുത്താലും നമ്മൾ എന്തെടുക്കൂല, എഗ്രിമെന്റ് ഡേറ്റ് എടുക്കൂല, അത് ജനറലി വരുന്ന ഡേറ്റ് ഓഫ് രജിസ്ട്രേഷനിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂഷൻ എടുക്കും. സോ ഇതെല്ലാം ഈ 3 സെക്ഷനും ഈ പറഞ്ഞ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വരുന്നത് ഒരേപോലാണ്. സോ 43CA ആണെങ്കിൽ PGBP-യിലായിരിക്കും ഇൻകം ഉണ്ടാകുന്നത്. 50C പ്രകാരം ക്യാപിറ്റൽ ഗെയിൻ, 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം എന്താണ് IFOസിലായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് മൂന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടെ നമുക്കൊന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. മിസ്റ്റർ A acquired a house property on 16/7/2021 for rupees 40 lakhs. Then he entered into an agreement to sell the property on 14/2/2022 with Mr. B for rupees 70 lakhs. Stamp duty value on that date is rupees 80 lakhs. Mr. B paid rupees 5 lakhs by account pay check. The possession is given to Mr. B on 10/12/22, balance amount of 65 lakhs paid and registration in Mr. B's name on 10/12/22, stamp duty value as on. Registration date is rupees 1 crore 10 lakhs. Tax treatment in the hands of Mr. A and Mr. B if Mr. A held the property as Mr. A held the property as capital asset and first one, second one stock in
ട്രേഡ്. സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഒന്ന് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ആയിട്ട് എൽ ഡി ആണെങ്കിൽ രണ്ടുപേരുടെയും കയ്യിൽ ടാക്സ് ട്രീറ്റ്മെന്റ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ രണ്ടുപേരുടെയും കയ്യിൽ ടാക്സ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നോക്കാം. മിസ്റ്റർ എ, മിസ്റ്റർ ബിക്ക്, സോ മിസ്റ്റർ എയുടെ കയ്യിൽ ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ അത് മിസ്റ്റർ ബിക്ക് എന്താണ് സെയിൽ ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സോ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല, ഇവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടും എടുക്കുന്നത് കാരണം സെയിൽ ചെയ്യാണ്. സോ സെയിൽ ചെയ്യുന്നത് എന്താണ്? മിസ്റ്റർ എ അക്വയർഡ് ഹൗസ് പ്രോപ്പർട്ടി 40 ലക്ഷത്തിന് അക്വയർ ചെയ്ത ഒരു പ്രോപ്പർട്ടി എന്താണ്? ബിക്ക് സെയിൽ ചെയ്യാണ്. എന്താണ് സെല്ലിംഗ്? എത്രയാണ്? 70 ലക്ഷത്തിനാണ്. സോ പ്രോപ്പർട്ടി, മോൾ പ്രോപ്പർട്ടിയുടെ കോസ്റ്റ് 40 ലക്ഷമാണ്. സോ സെയിൽ ചെയ്യുന്ന എത്രയാണ്? കൺസിഡറേഷൻ എത്രയാണ്? 70 lakhs ആണ്. ദെൻ ഇവിടെ നമുക്ക് കൺസിഡറേഷൻ രണ്ട് ഡേറ്റ്സ് ഉണ്ട്. എന്താണ്? എഗ്രിമെന്റ് ഡേറ്റ്, ദെൻ രജിസ്ട്രേഷൻ ഡേറ്റ്. സോ രണ്ട് സമയത്തെയും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ, സോ രജിസ്ട്രേഷൻ എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 80 lakhs ഉള്ളൂ. ബട്ട് രജിസ്ട്രേഷൻ ഡേറ്റിൽ 1 crore 10 lakh ഉണ്ട് ആസെറ്റിന്റെ വാല്യൂ. സോ ഇവിടെ നമുക്ക് ഒന്നുകിൽ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ്. സോ അപ് ടു ദിസ് പോയിന്റ് ഇതിനകത്ത് എന്താണ്? ഒരു അഡ്വാൻസ്, എഗ്രിമെന്റ് ഡേറ്റിൽ ഒരു അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അഡ്വാൻസ് എത്രയാണ്? അഡ്വാൻസ് 7 lakhs അല്ലെ? അഡ്വാൻസ് എത്രയായിരുന്നു? 5 lakhs. 5 lakhs അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് പേയ് ചെക്ക് ഉണ്ടോ? സോ ഇത് ഇത്രയും വരെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്താണ്? എല്ലാ കേസിലും ഒരേ. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിലും ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഒരേ. 40 ലക്ഷത്തിന് പർച്ചേസ് ചെയ്തു, 70 ലക്ഷത്തിന് വിറ്റു, ദെൻ എന്താണ്? 5 ലക്ഷം അഡ്വാൻസ് മേടിച്ചു. അക്കൗണ്ട് പേയ് ചെക്കിലാണ്. എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ട്, രജിസ്ട്രേഷൻ ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഉണ്ട്. സോ ഏത് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുക? എഗ്രിമെന്റ് ഡേറ്റിലെയാണോ രജിസ്ട്രേഷൻ ഡേറ്റിലെയാണോ നമ്മൾ കമ്പ്യൂട്ടേഷന് വേണ്ടി എടുക്കുക? ഏത് ഡേറ്റിലായിരിക്കും കമ്പ്യൂട്ടേഷന് വേണ്ടി എടുക്കുന്ന? എഗ്രിമെന്റ് ഉണ്ടോ? സോ ഒരു അഡ്വാൻസ് കിട്ടി, അക്കൗണ്ട് പേയ് ചെക്ക് ആയിട്ടാണ്. സോ ജനറലി നമ്മള് രജിസ്ട്രേഷൻ ഡേറ്റ് ആണ് എടുക്കുന്നത്. ബട്ട് അഡ്വാൻസ് കിട്ടി, അതും അക്കൗണ്ട് പേയ് ചെക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ കിട്ടുന്നത് എഗ്രിമെന്റ് ഡേറ്റിനുള്ളിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഏത് ദിവസത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കും? എഗ്രിമെന്റ് ഡേറ്റിലെ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുക്കുന്നത്. ഏതാ എടുക്കുക? 80 ലക്ഷമാണോ 1 കോടി 10 ലക്ഷമാണോ എടുക്കുക? ഏതായിരിക്കും എടുക്കുക? 80 ലക്ഷം അല്ലെ? സോ ഇവിടെ നമുക്കിനി അടുത്തത് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ നമ്മൾ എടുക്കുന്നത്. എത്രയാണ്? 80 lakhs. ആൻഡ് കൺസിഡറേഷൻ നോക്കുക. കൺസിഡറേഷൻ എത്രയാണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 80 lakhs ആണ്. കൺസിഡറേഷൻ എത്രയാണ്? 70 lakhs ആണ്. സോ കൺസിഡറേഷന്റെ 110% എടുത്താൽ, ദാറ്റ് മീൻസ് 70 lakh into 110% എടുത്താൽ എത്ര വരത്തുള്ളൂ? 77 lakhs. So that means no stamp duty value greater than 110% of consideration. Therefore നമ്മൾ എന്താണ് എടുക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വിൽ ബി ടേക്കൺ ആസ്, നമ്മൾ ഫസ്റ്റ് കേസ് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ടാക്സ് ട്രീറ്റ്മെന്റ് if asset property held as capital asset. So നമുക്ക് നോക്കാം. രണ്ടുപേരുടെയും കയ്യിൽ എടുക്കണം. സോ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. സോ മിസ്റ്റർ എക്ക് അത് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അത് സെയിൽ ചെയ്യാൻ മീൻസ് ക്യാപിറ്റൽ അസറ്റ് 2 subsection 14 പ്രകാരമുള്ള ക്യാപിറ്റൽ അസറ്റ് 2 subsection 47 പ്രകാരം സെയിൽ മീൻസ് ട്രാൻസ്ഫർ ആണ്. സോ ഉണ്ടാകുന്ന എന്തായിരിക്കും? ക്യാപിറ്റൽ ഗെയിൻസ് ആയിരിക്കും. സോ ക്യാപിറ്റൽ ഗെയിൻസ് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ ഗെയിൻസ്.
സോ ക്യാപിറ്റൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താണ്? തിയറി വരാൻ 50 സെക്ഷൻ 50C പ്രകാരം എന്തെടുക്കണം? സ്റ്റാമ്പ് ഡ്യൂട്ടി വല്ല ആക്ച്വലി കിട്ടിയത് 70 ആണെങ്കിലും ഡീംഡ് കൺസിഡറേഷൻ ആയിട്ട് എന്തെടുക്കണം? 80 lakhs. Then less cost of acquisition. Okay. So 40 ലക്ഷത്തിന് 2021 ദാറ്റ് മീൻസ് അതൊരു ഷോർട്ട് ടൈം അസറ്റ് ആണ്. 40 ലക്ഷത്തിന് 2021 വാങ്ങിച്ചു. ദാറ്റ് മീൻസ് കിട്ടും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ല, ഷോർട്ട് ടൈം ആയതുകൊണ്ട് 40 ലക്ഷം എന്തായിരിക്കും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ എ. ഇനി നമുക്ക് നോക്കാം വാങ്ങിച്ച ആളുടെ കയ്യിൽ നോക്കാം. ഇവിടെയാണ് എല്ലാവരും വിട്ടു പോകുന്നത്. മിസ്റ്റർ ബി, ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ ബി. സോ ഇൻ ദ ഹാൻഡ്സ് ഓഫ് മിസ്റ്റർ ബി. സോ ശ്രദ്ധിക്കുക, മിസ്റ്റർ ബി ഒരു കൺസിഡറേഷൻ കൊടുത്തു. എത്രയാണ് കൺസിഡറേഷൻ കൊടുത്തത്? കൺസിഡറേഷൻ കൊടുത്തത് 70 lakhs ആണ്. 70 lakhs ആണ്. Then stamp duty value എന്ന് പറയുന്നത് എത്രയാണ്? 80 lakhs ആണ്. So that means difference. Stamp duty value minus consideration. Inadequate consideration ആണ്. Inadequate consideration എത്ര വരുന്നുണ്ട്? 10 lakhs വരുന്നുണ്ട്. So 10 lakhs എന്ന് പറഞ്ഞാൽ എന്താണ്? Greater than 50,000 ആണ് per asset, and stamp duty value already നമുക്കറിയാം greater than 110% of consideration. Then difference amount. So ഈ difference വരുന്ന 10 lakh. ഡിഫറൻസ് എമൗണ്ട് ആയിട്ട് വരുന്ന 10 lakh എവിടെ ടാക്സ് ചെയ്യും? ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഡിഫറൻസ് വരുന്ന 10 lakh. സോ ഇവിടെ ഓൾറെഡി ഡിഫറൻസ് വരുന്ന 10 lakhs. ഡിഫറൻസ് 10 lakhs. rupees 10 lakhs will be taxed under IFOS. So assessment year 23-24. ഇവിടെയും assessment year 23-24. ക്ലിയർ അല്ലേ? ഓപ്ഷൻ അടുത്താണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ കട്ട് ഐഡിയ വേണ്ടത് എവിടെയാണ്? പ്രോപ്പർട്ടി ടാക്സ് ട്രീറ്റ്മെന്റ്. if property held as stock in trade. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ മിസ്റ്റർ എയുടെ കയ്യിൽ സെക്ഷൻ 50C പകരം ഏതായിരിക്കും അപ്ലൈ ചെയ്യുന്നത്? സെക്ഷൻ 43CA. സോ 43CA പ്രകാരം 70 ലക്ഷം കിട്ടിയുള്ളെങ്കിലും ഡീംഡ് സെയിൽ പ്രൈസ് വരും സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂട്ടുള്ള 80 lakhs. Then less. സോ അവിടെ എന്താണ്? കോസ്റ്റ് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് 40 lakhs. സോ 40 lakhs പർച്ചേസ് ചെയ്താൽ സോ എന്ത് വരും? അവിടെ 40 lakhs വിൽ ബി എവിടെ ടാക്സ് ചെയ്യും? PGBB 40 lakhs. Then ഡിസ്കഷൻ വരുന്നത് ഇവിടെയാണ്. മിസ്റ്റർ ബിയുടെ കയ്യില് എങ്ങനെയായിരിക്കും ടാക്സ് ചെയ്യുന്നത്? സോ ഇതേപോലെ IFOS ടാക്സബിൾ. IFOSൽ ഒരു 10 lakh ടാക്സബിൾ ആണോ അല്ലയോ? സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മള് പ്രോപ്പർട്ടി സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം പ്രോപ്പർട്ടി മീൻസ് എ ക്യാപിറ്റൽ അസറ്റ്. ഒരു ക്യാപിറ്റൽ അസറ്റ് ഓഫ് അസസി നെയിംലി. ക്യാപിറ്റൽ അസറ്റ് ഓഫ് അസസി നെയിംലി. സോ അസസിക്ക് കിട്ടുന്നത് ഇത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടല്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ്. സോ മിസ്റ്റർ ബി ഇത് പർച്ചേസ് ചെയ്തത് ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 ആപ്ലിക്കബിൾ ആകുമോ ഇല്ലയോ? സോ ഇത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ സെയിം ഇത് വരും. എന്ത് വരും? 10 lakh എന്താണ്? ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷനിൽ ക്യാപിറ്റൽ അസറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 10 lakh എന്തായിട്ട് വരും? അതർ സോഴ്സിൽ ടാക്സ് ചെയ്യും. സോ ഇത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് റിസീവ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും ടാക്സ് ട്രീറ്റ്മെന്റ്? സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ ഉണ്ടോ? സോ പ്രോപ്പർട്ടി ഷുഡ് ബി എ ക്യാപിറ്റൽ അസറ്റ് ഓഫ് അസസി. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ എന്താണ്? 2 സബ്സെക്ഷൻ 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് അല്ല. സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് റിസീവ് ചെയ്യുന്നെങ്കിൽ സെക്ഷൻ
56 subsection 2 clause 10 not applicable. Not applicable. Clear no? Because property means capital asset. No, stock in trade ആയിട്ടാണ്. So ഇവിടെ capital asset ആയിട്ടാണ് മിസ്റ്റർ പിക്ക് കിട്ടുന്നതെങ്കിൽ, so that means ഒരു പേഴ്സണൽ പർപ്പസിനുള്ളതാണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് അല്ല അത് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യും? IFOസിൽ അയാൾക്ക് 10 lakh ഇൻകം വരും. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Discuss the taxability or otherwise of the following in the hands of the recipient under section 46 subsection 2 clause 10 Income Tax Act 1961. Again, HUF receive rupees 75,000 in cash from niece of Agil, that is daughter of Agil's sister. Agil's sister is the karta of HUF. Agil is the karta of HUF. So taxability, okay, നോക്കാം. ഇവിടെ Agil HUF. Receives rupees 75,000 in cash from daughter of Agil's sister. Okay. So Agilinde sister inde daughter. Okay. Agil is the karta of the HUF. So Agilinde sister marriage ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് ഈ പറഞ്ഞ HUF-ന്റെ പുറത്തു പോകും. So HUF-ന്റെ എന്താണ് മെമ്പർ ആണ്. Okay. So ഒരു HUF-ന്റെ മെമ്പർ അല്ലാത്ത, that means മെമ്പർ അല്ലെങ്കിൽ എന്താണ് നോൺ റിലേറ്റീവ്. സോ നോൺ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്നു. ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 then entire amount will be full amount taxed under IFOS. So that means ഇവിടെ എന്ത് പറയാൻ നോക്കാം, entire 75,000 taxable. Entire 75,000 is taxable. Then, second one, Nitisha, a member of her father's HUF. No, so HUF-ന്റെ ഒരു മെമ്പറാണ്. HUF-ലെ മെമ്പർ എന്ത് ചെയ്തു? HUF-ലേക്ക് ഒരു ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു വിത്തൗട്ട് കൺസിഡറേഷൻ. സോ കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്തു. സോ നമ്മൾ നോർമലി എന്തുമായിട്ട് നോക്കും? House property, immovable asset and stamp duty value. Stamp duty value of the property rupees 9 lakhs. So HUF-ലെ മെമ്പർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡെഫിനിഷനിൽ വരും? റിലേറ്റീവ്. സോ HUF-ലെ മെമ്പർ എന്താണ്? റിലേറ്റീവിന്റെ ഡെഫിനിഷൻ വരും. റിലേറ്റീവ് എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താലും എന്ത് അട്രാക്ട് ചെയ്യില്ല? ടാക്സേഷൻ വരത്തില്ല. സോ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് എത്ര എമൗണ്ട് കിട്ടിയാലും, ഓക്കെ, സോ റിലേറ്റീവ് therefore not taxable. Clear ആണോ? പോയിന്റ് ഇത് പറയാ. മിസ്റ്റർ എ receives 100 shares of A Limited from his friend. So friend എന്നാണ് പറഞ്ഞത്. That means എന്തല്ല? റിലേറ്റീവ് അല്ല. As gift, that means free of cost ആണ്. On the occasion of 25th marriage anniversary. സോ ഒരു നോൺ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് ഏത് ഒക്കേഷനിൽ കിട്ടിയാൽ മാത്രമാണ് ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യാത്ത, IFOS അട്രാക്ട് ചെയ്തത്? ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ഇൻഡിവിജ്വൽ. ഇത് മാരേജിന്റെ 25th ആനിവേഴ്സറി, 25th മാരേജ് ആനിവേഴ്സറി. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടിയാണ്, മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സോ മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ എന്ത് കൺസിഡർ ചെയ്യും? ഫെയർ മാർക്കറ്റ് വാല്യൂ. The fair market value on the date was 100 per share.
സോ 100 ഷെയർസ് ആയിരുന്നു. എത്ര ഷെയർസ് ഉണ്ട്? 100 per shares. സോ എത്ര വന്നു? The fair market, and he also received jewelry worth 45,000 from his nephew on the same day. Okay, so shares in the total 100 into 100, 10,000. Okay, so 10,000 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ടാക്സബിലിറ്റി വരത്തില്ല, ബിക്കോസ് 50,000 എക്സീഡ് ചെയ്യണം. ഉണ്ടോ? ഇതെന്താണ് വിത്തൗട്ട് കൺസിഡറേഷൻ നമ്മൾ കണ്ടോ, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് വിത്തൗട്ട് കൺസിഡറേഷനിൽ കിട്ടുന്ന എന്താണ് മൂവബിൾ പ്രോപ്പർട്ടീസ് എല്ലാത്തിന്റെയും കൂടെ ആഡ് ചെയ്തിട്ട്. സോ നമുക്ക് എന്തുകൂടെ കിട്ടുന്നു? ഹി ആൾസോ റിസീവ് jewelry worth rupees 45,000 ഫെയർ മാർക്കറ്റ് വാല്യൂ ഫ്രം ഹിസ് നെഫ്യൂ. ഉണ്ടോ? നെഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിലേറ്റീവിന്റെ ഡെഫിനിഷൻ വരുന്നതാണോ? സോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് വരും. ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിന്റെയോ മക്കള് എന്തിൽ വരത്തില്ല. നീസ് നെഫ്യൂ ഒന്നും തന്നെ എന്തിൽ വരത്തില്ല. നമ്മുടെ ഈ പർപ്പസിന് റിലേറ്റീവിന്റെ ഡെഫിനേഷനിൽ വരത്തില്ല. ദാറ്റ് മീൻസ് സോ നമ്മുടെ പ്രീവിയസ് ഇയറിൽ ഉണ്ടോ, എപ്പോഴും ശ്രദ്ധിക്കണം, പ്രീവിയസ് ഇയറിൽ വിത്തൗട്ട് കൺസിഡറേഷൻ ഉണ്ടോ, രണ്ടും രണ്ടായിട്ട്, വിത്തൗട്ട് കൺസിഡറേഷൻ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ രണ്ടും രണ്ടായിട്ട് തന്നെ ആഡ് എടുക്കണം. സോ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടില്ല. വിത്തൗട്ട് കൺസിഡറേഷനിൽ കിട്ടുന്ന മൂവബിൾ അസറ്റ്. സോ വിത്തൗട്ട് കൺസിഡറേഷൻ രണ്ട് മൂവബിൾ അസറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഷെയർസ് ആണ്, ദെൻ ജ്വല്ലറി ആണ്. ഓക്കെ, സോ ജ്വല്ലറി ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 55,000 ഉണ്ടോ അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് പ്രോപ്പർട്ടി, മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് കൺസിഡറേഷൻ. ഉണ്ടോ? ആ വേർഡ് ശ്രദ്ധിക്കണം, അഗ്രിഗേറ്റ്. ഉണ്ടോ? കൺസിഡറേഷൻ ഇല്ലാതെ കിട്ടിയ മൂവബിൾ പ്രോപ്പർട്ടി. സോ ഇതിന്റെ കൂടെ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ ഒരു മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്, ഇതിനോട് ആഡ് ചെയ്യൂല, അത് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് FMV ഓഫ് മൂവബിൾ അസറ്റ് greater than 50,000. Okay. So 50,000 exceeding the entire 55,000 will be taxed as per section 56 subsection 2 clause 10. Clear la property. So without consideration kitanda ate immobile ആണെങ്കിൽ നമ്മൾ സേഫ് ആണ്, പെർ അസറ്റ് ആണ്. ബട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, മൂവബിൾ അസറ്റ്സിന്റെ കേസിൽ, മൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസിൽ നമ്മൾ രണ്ടായിട്ട് തിരിക്കണം. വിത്തൗട്ട് കൺസിഡറേഷൻ കിട്ടുന്നതിന്റെ അഗ്രിഗേറ്റ്, ദെൻ ഇനാഡിക്വേറ്റ് കൺസിഡറേഷൻ കിട്ടുന്ന ഡിഫറൻസ്, ഫെയർ മാർക്കറ്റ് വാല്യൂം ആക്ച്വൽ കൺസിഡറേഷൻ നമ്മുടെ ഡിഫറൻസിന്റെ അഗ്രിഗേറ്റ്. 50,000 എക്സീഡ് ചെയ്താൽ ടാക്സ്, അതർവൈസ് നോട്ട് ടാക്സബിൾ. ദെൻ നെക്സ്റ്റ് വൺ, ഇതിന്റെ ആൻസർ എന്ന് പറയാം. കൃഷ്ണ HF gifted a car to son of Karta achieving good marks in 12th board examination. The fair market value of car is 5,25,000. സോ ഇത് ടാക്സബിൾ ആണോ അല്ലയോ? സോ റീസൺ, പ്രൊവിഷൻ, എന്തുകൊണ്ടാണ് ടാക്സബിൾ ആണെങ്കിൽ ആകാൻ കാരണം, അല്ലെങ്കിൽ കാരണം. സോ കിഷൻ HF gifted car to son of Karta. Son of Karta. സോ HF-ന്റെ മെമ്പർ ആണ്, മെമ്പർ ഓഫ് HF. സോ എന്താണ് റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ വരുന്നതാണ്. സോ കാർ കൊടുത്തു, എത്രയാണ് കൊടുത്തത്, എത്രന്റെ വാല്യൂ ആണ്? അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 5,25,000. ഇത് ടാക്സബിൾ ആണോ? IFOസിൽ ടാക്സബിൾ ആണോ അല്ലയോ? ആണെങ്കിൽ റീസൺ, അല്ല എങ്കിൽ റീസൺ. ടാക്സബിൾ ആണോ അല്ലയോ? ടാക്സബിൾ ആണോ എന്ന് പറയാമോ ആൻസർ? സോ നോൺ ടാക്സബിൾ. സോ റീസൺ പറയാം, ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ. Not taxable. Okay, so 56 subsection 2 clause 10 പറയുന്നത് ടാക്സബിൾ അല്ല. ആൻസർ കറക്റ്റ് ആണ്. സോ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് എഴുതി വെക്കുന്ന ഒരു തെറ്റായ ഒരു കാര്യമുണ്ട്, സൺ ഓഫ് മെമ്പർ ആയതുകൊണ്ടാണ് അല്ല. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? കാർ ആണ്. ഓക്കെ, സോ നമ്മുടെ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വരുന്ന പ്രോപ്പർട്ടി, അതിൽ കാർ വരുന്നുണ്ടോ? സോ കാർ എന്ന് പറയുന്നത് എന്താണ്? is not a property under section 56 subsection 2 clause 10. So property അല്ലാതെ അത് 56 subsection 2 clause 10 എന്ന് പറയാൻ പ്രോപ്പർട്ടി അല്ലാത്ത ഒരു സംഭവം ട്രാൻസ്ഫർ ചെയ്താൽ എന്താ? നോട്ട് ഇൻക്ലൂഡഡ് ഡെഫിനിഷൻ ഓഫ് പ്രോപ്പർട്ടി, therefore no tax under section 56 subsection 2 clause 10. സോ അപ്പോൾ കാര്യം ചോദിക്കാം, ഇതേപോലെ കാർ അങ്ങനെ വലിയ വാച്ചോ കാറോ കൊടുത്തു കഴിഞ്ഞാൽ
സോ എന്താണ് കിട്ടുന്ന ആൾക്ക് ടാക്സബിലിറ്റി ഉണ്ടാവില്ല. സോ ഈ വാങ്ങിച്ച ആൾക്ക് ഇപ്പം BMW കൊടുക്കാൻ ടാക്സബിൾ അല്ലല്ലോ, BMW കൊടുക്കാന്ന് വെച്ചാൽ ഈ കൊടുക്കുന്ന ആളോട് എന്താണ് അതോറിറ്റി സോഴ്സ് ചെയ്യും. സോ ഇങ്ങനെ ഒരു BMW ഉൾപ്പെടെ കൊടുത്താൽ പോലും ഇയാൾ കിട്ടുന്ന ആൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കിട്ടുന്നത്. സോ IFOS എന്തിനകത്ത് വരത്തില്ല, പ്രോപ്പർട്ടി ഡെഫിനിഷൻ വരത്തില്ല. ബട്ട് ഈ കൊടുക്കുന്ന ആൾക്ക് എന്തായിരിക്കണം, ഈ പറയുന്ന എമൗണ്ട് ഉള്ള കാർ പർച്ചേസ് ചെയ്യാനുള്ള സോഴ്സ് കാണിക്കാൻ പറ്റണം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തിയറിയാണ്. ഒരു ക്വസ്റ്റൻ ആയിട്ട്, മിസ്റ്റർ ഹരി എ പ്രോപ്പർട്ടി ഡീലർ. ഹരി അയാളുടെ ബിസിനസ് എന്താണ്? പ്രോപ്പർട്ടി ഡീലർ. സോ അയാൾ എന്താണ്? സോൾഡ്, പ്രോപ്പർട്ടി ഡീലർ സോൾഡ് എ ബിൽഡിംഗ് ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് ബിസിനസ്. സോ ബിസിനസിന്റെ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വിറ്റു ടു ഫ്രണ്ട് രാജേഷ്, who was a dealer in automobile parts. Dealer in automobile spare parts. Okay. So that means ഇയാൾ എന്തല്ല, ഈ ബിൽഡിംഗ് ഇയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ല, ആരുടെ? രാജേഷിന്റെ. ബട്ട് ഇത് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് പറഞ്ഞാൽ എന്താണ്? ബിൽഡിംഗ് ഈസ് എ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഓഫ് ഹരി. നമുക്ക് വിട്ട് നോക്കാം എത്രയാണ്? ₹90 lakhs. ₹90 lakhs-നാണ് 1/1/2023. സോ റുപ്പീസ് സോൾഡ് 2023 നമ്മുടെ പ്രീവിയസ് ഇയറിൽ വിറ്റു. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയാണ്? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആസ് ഓൺ ഡേറ്റ് ₹150 lakhs. 150 lakhs. The agreement was over ended in agreement date എന്നാണ് 1/9/22 when the stamp duty value എന്താണ്? agreement date 140 lakhs. Mr. Hari received a down payment of ₹15 lakh by a crossed check from Rajesh on the date of agreement. So crossed check account pay check ആണോ? അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യം. ക്രോസ്ഡ് ചെക്ക് അക്കൗണ്ട് പേ ചെക്ക് ആണോ? ക്രോസ്ഡ് ചെക്ക് എന്തിന്റെ ഇതിനകത്ത് വരത്തില്ല? അക്കൗണ്ട് പേ ചെക്കായിട്ട് വരത്തില്ല. അക്കൗണ്ട് പേ ചെക്കായിട്ട് വരില്ല. സോ എന്താണ് കൊടുത്തിരിക്കുന്നത്? അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന 15 lakhs അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ക്രോസ്ഡ് ചെക്കാണ്. സോ നമുക്ക് വേണ്ടത് അക്കൗണ്ട് പേ ചെക്കാണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്തായിരിക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എന്നത്തെ എടുക്കും? സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ സോ പർച്ചേസ് ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 75 lakhs-നാണ് പർച്ചേസ്. രണ്ടുപേരുടെയും കയ്യിൽ ടാക്സ് റേറ്റ് നമ്മൾ നേരത്തെ തിയറി ആയിട്ട് ഡിസ്കസ് ചെയ്ത അതേ സെയിം സോർട്ട് ഓഫ് പ്രോബ്ലം ആണ് വരുന്നത്. സോ എന്താ എങ്ങനെ പറയാം? ഹരി 75 lakhs-ന് പർച്ചേസ് ചെയ്തു. അതെന്താണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. ആർക്ക് വിട്ടു? രാജേഷിന് വിട്ടു. സോ 90 lakhs-നാണ് ഇട്ടത്. 90 lakhs കൺസിഡറേഷൻ 90 lakhs ആണ്. പക്ഷേ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 1,50 lakh എടുക്കും, 1,40 lakhs എടുക്കും. ജനറലി സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സോ രജിസ്ട്രേഷൻ ഡേറ്റിൽ എത്രയാണ്? 150 lakhs ആണ്. ബട്ട് എഗ്രിമെന്റ് ഡേറ്റിൽ 140 lakhs ഉള്ളൂ. എഗ്രിമെന്റ് ഡേറ്റില് ഡൗൺ പേയ്മെന്റ് എന്താണ്? ഡൗൺ പേയ്മെന്റ് കൊടുത്തു ഒരു 15 lakhs-ന്റെ. ബട്ട് അതൊരു ക്രോസ്ഡ് ചെക്ക് ആയിരുന്നു, അക്കൗണ്ട് പേ ചെക്ക് അല്ല. അക്കൗണ്ട് പേ ചെക്ക് ആയിരുന്നു എങ്കിൽ എന്താണ്? എഗ്രിമെന്റ് ഡേറ്റില് 1,40,000 എടുക്കായിരുന്നു. ഇവിടെ ക്രോസ്ഡ് ചെക്ക് ആയതുകൊണ്ട് എന്താണ്? നമുക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ വിൽ ബി ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ദാറ്റ് മീൻസ് എത്ര വരും? 1,50 lakhs. സോ സ്റ്റോക്ക് ഇൻ ട്രേഡ് വിട്ടത് കൊണ്ട് ഹരിയുടെ കയ്യിൽ എന്ത് വരും? PGBP ഇൻകം വരും. എത്രയാണ്? 1,50 lakhs. അതിൽ നിന്ന് എത്രയാണ്? 75 lakhs കുറച്ചാൽ നമുക്ക് എന്ത് വരും? PGBP ഇൻകം വരും. എത്രയാണ്? 75 lakhs. Then രാജേഷിന്റെ കയ്യില് ഇതൊരിക്കലും എന്തല്ല? ബിക്കോസ് അയാള് എന്താണ്? ഓട്ടോമൊബൈൽ പാർട്സ് ആണ്. അയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ല. സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലെങ്കിൽ എന്ത് അട്രാക്ട് ചെയ്യും? അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 അട്രാക്ട് ചെയ്യും. സോ എത്രയാണെന്ന് നോക്കാം നമുക്ക്.
സോ രാജേഷ് എത്രയാണ് വാങ്ങിച്ചിരിക്കുന്നത്? 90 ലക്ഷത്തിനാണ് വാങ്ങിച്ചിരിക്കുന്നത്. ബട്ട് അയാളുടെ എത്രയാണ് വരുന്നത്? 1 crore 50 lakhs ആണ് വരുന്നത്. സോ നോക്കാം, ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര വരുന്നത്? 90 lakhs 1 crore, ദാറ്റ് മീൻസ് 60 lakhs വരുന്നുണ്ട്. ദെൻ നമ്മുടെ ആക്ച്വൽ കൺസിഡറേഷന്റെ 110% എടുത്താൽ 110% ഓഫ് കൺസിഡറേഷൻ എത്ര വരും? 90 lakhsന്റെ 110% 99 lakhs വരുന്നുള്ളൂ. ദാറ്റ് മീൻസ് stamp duty value greater than 110% of consideration and difference exceeds 50,000. Therefore, entire difference will be taxed under IFOS. So, IFOS il etra tax iyala pidiche? Entire 60 lakhs. Clear aano? Ivide 75 lakhs, ivide 60 lakhs. Then, ivide oru question kude choദിച്ചിട്ടുണ്ട്. Hari was a stock broker instead of property dealer. അല്ല പ്രോപ്പർട്ടി ഡീലർ അല്ലെങ്കിൽ ഈ പറയുന്ന ബിൽഡിംഗ് എന്തായിരിക്കും? അയാളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആകില്ല. സോ ഇമ്മോൾ പ്രോപ്പർട്ടി ആണെങ്കിൽ പേഴ്സണൽ പർപ്പസിനുള്ളതാണെങ്കിലും എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആകും. സോ ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ഈ കിട്ടിയത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. സോ സെയിൽ പ്രൈസ് എടുക്കില്ല, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുന്നത് 1 crore 50 lakhs. ദെൻ ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഷോർട്ട് ടൈം ആയതുകൊണ്ട് 75 lakhs 1 crore 50 lakhs നിന്ന് 75 lakhs കുറച്ചാൽ നമുക്ക് എന്ത് വരും? 75 lakhs ആയിട്ട് ആയിരിക്കും എന്ത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നോ, സോ ഇൻ ദ ഹാൻഡ്സ് ഓഫ് രാജേഷ് ഒരു വ്യത്യാസവും വരത്തില്ല. രാജേഷിന്റെ കയ്യിൽ അത് എന്തല്ല, സ്റ്റോക്ക് ഇൻ ട്രേഡ് അല്ലാത്തടത്തോളം കാലം അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം IFOS എത്ര വരും? 60 lakhs. സെയിം. നോ, ഇവിടെ എന്താണ്? നോ, PGBP ഇൻകം സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിരുന്നെങ്കിൽ PGBP ഇൻകം എന്നുള്ളത് എന്തായിട്ട് മാറും? ക്യാപിറ്റൽ ഗെയിൻ. അതും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ, ബിക്കോസ് ഹോൾഡിംഗ് പീരീഡ് ഓഫ് ദാറ്റ് ക്യാപിറ്റൽ അസറ്റ് ഈസ് ലെസ് ദാൻ 24 months. ബിൽഡിംഗ് ഇമ്മോൾ പ്രോപ്പർട്ടിയുടെ കേസിൽ 2 subsection 42A പ്രകാരം നമുക്ക് എന്താണ്? 24 months താഴെയാണ് ഹോൾഡിംഗ് പീരീഡ് എങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ സെക്ഷൻ ഇവിടെ സെക്ഷൻ 50C വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ സെക്ഷൻ ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 43CA. സോ ക്ലിയർ അല്ലേ? രണ്ടുപേരുടെയും കയ്യില് ആ ഒരു സ്റ്റോക്ക് ഇൻ ട്രേഡ് ആകുമ്പോഴും അല്ലാത്ത കേസിനുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ എഴുതി ചെയ്ത പ്രോബ്ലത്തിന്റെ അതേപോലെ നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇത് അറിഞ്ഞിരിക്കണം. ഈ ഒരു വ്യത്യാസം, ആ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടാവണം. എപ്പോഴാണ് അത് PGBP ലിങ്കോ ആകുന്നത്, എപ്പോഴാണ് അതൊരു ക്യാപിറ്റൽ ഗെയിൻ ആയി മാറുന്നത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ മിസ്റ്റർ ജി. സോ മിസ്റ്റർ ജിക്ക് എന്ത് കിട്ടി? Interest on enhanced compensation എന്നാണ് കിട്ടിയത്? previous year 22-23. Okay. During the previous year എത്ര കിട്ടി? 5 ലക്ഷം, 5 lakhs. Okay. Out of this interest 1,50,000 relates to previous year 18-19 ആയിട്ട് റിലേറ്റഡ് ആയിരുന്നു. ഇത് 1,50,000. Then 1,65,000 relates to previous year 19-20. Then 1,85,000 relates to 20-21. Okay. So 1,50,000, then 3,15,000, 4 lakh, അങ്ങനെ 5 lakh. Okay. So ഏത് സെക്ഷൻ പറയുക, ഏത് സെക്ഷൻ പ്രകാരമാണ് നമ്മളെ ടാക്സ് ചെയ്യുന്നത്? സോ എത്രയാണ് ടാക്സബിലിറ്റി വരുന്നത്? ഏത് സെക്ഷൻ പറയാനുണ്ടോ? സോ ഇവിടെ നോക്കണ്ടോ ഏതൊക്കെ സെക്ഷൻ വരും? സെക്ഷൻ 145 സബ്സെക്ഷൻ 1 പ്രകാരം എന്താണ്? ഡ്യൂ ബേസിസിലാണെങ്കിൽ നമുക്ക് വരുന്നതാണ്. ബട്ട് അതിനെന്താണ് 140
5. So override ചെയ്യുന്ന സെക്ഷൻ വെച്ചിട്ട് എന്ത് പറയും നമ്മള് സെക്ഷൻ so 56 section 56 subsection 2 clause 9 clause 8 section 56 subsection 2 clause 8 പ്രകാരം എന്താണ് ഏത് പ്രീവിയസ് ഇയറിലാണോ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ഏതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ സോ 45 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നുണ്ടെങ്കിലും സോ അതിനെ ഓവർറൈഡ് ചെയ്യുന്ന 45 സബ്സെക്ഷൻ 1b പ്രകാരം എന്താണ് നമുക്ക് ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടുന്നത് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടുന്നത് സോ ഇവിടെ നമ്മൾ പ്രീവിയസ് ഇയർ 22-23 ദാറ്റ് മീൻസ് അസസ്മെന്റ് ഇയർ 22-23 ഉണ്ടോ ഇത് 18-19 അതാത് പ്രീവിയസ് ഇയർ കൺസിഡർ ചെയ്ത് നമുക്ക് അതാത് പ്രീവിയസ് ഇയറിൽ വന്നിട്ട് എന്താണ് ഇൻകം കുറഞ്ഞ് അല്ലെങ്കിൽ അത്രയും ടാക്സ് ബെനിഫിറ്റ് കിട്ടിയേനെ ബട്ട് 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം എന്തേ പറ്റുള്ളൂ ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടിയത് സോ ഇൻകം അണ്ടർ ദ ഹെഡ് IFOS ചാർജ് ചെയ്യണം സോ നമുക്ക് എന്ത് കിട്ടും ഇൻട്രസ്റ്റ് റിസീവ്ഡ് ടോട്ടൽ 5 lakhs സോ ഇതിൽ നമുക്ക് എന്താണ് അതാത് വർഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ടാക്സ് ഉണ്ട് ഇപ്പൊ 5 lakh എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എന്റെ ഇൻകം കൂടി ഒത്തിരി ടാക്സ് വരും ശരിയാണ് നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലെസ് അണ്ടർ സെക്ഷൻ 57 പ്രകാരം എന്താണ് കിട്ടിയതിന്റെ 50% നിങ്ങൾക്ക് ഡിഡക്ഷൻ തരാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു 57 ഡിഡക്ഷൻ സോ നിങ്ങൾക്ക് 5 ലക്ഷം കിട്ടി പല ഇയറിലായിട്ട് കറസ്പോണ്ടഡ് ആയിട്ടുള്ളതാണ് ഡ്യൂ ആകുന്നതാണ് സോ പല ഇയറിലാണ് സോ പക്ഷേ എന്താണ് 56 സബ്സെക്ഷൻ 1 സോ 145 ഓവർറൈഡിംഗ് സെക്ഷൻ പ്രകാരം ഏത് പ്രീവിയസ് ഇയറിലാണോ കിട്ടുന്നത് ആ പ്രീവിയസ് ഇയറിൽ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഷുഡ് ബി ടാക്സ്ഡ് അണ്ടർ IFOS സോ നിങ്ങൾക്ക് പല ഇയറിലെ കിട്ടുന്നുണ്ട് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഒത്തിരി ഇൻകം കൂടുന്നതായിട്ട് നിങ്ങൾക്ക് എന്താണ് 50% ഡിഡക്ഷൻ തരാം എത്രയാണ് 2,50,000 കുറച്ച് എത്ര വരും 2,50,000 ഇതിൽ വരും IFOS വരും ദെൻ വേറെ എക്സ്പെൻഡിച്ചർ ഒന്നും ചോദിച്ചു വരരുത് നിങ്ങൾക്ക് ഫ്ലാറ്റ് 50% ഡിഡക്ഷൻ തന്നിരിക്കുകയാണ് അത് നിങ്ങൾ കുറച്ചോണം എന്താണ് ആ ഫ്ലാറ്റ് 50% കുറച്ച് കിട്ടുന്ന ബാക്കി എമൗണ്ട് എന്തായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ അല്ലെങ്കിൽ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ എന്ന് പറയുന്നതിൽ IFOS ടാക്സ് ചെയ്യും എക്സാമിൻ അണ്ടർ വിച്ച് ഹെഡ് ദ ഫോളോയിങ് ഇൻകംസ് ആർ ടാക്സബിൾ സോ ഓരോന്ന് നോക്കുക റെന്റൽ ഇൻകം ഇൻ കേസ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ആസ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഫോർ 3 years റെന്റൽ ഇൻകം സോ പ്രോപ്പർട്ടി എങ്ങനെ ഹെൽഡ് ചെയ്താലും പ്രോപ്പർട്ടിയിൽ നിന്ന് റെന്റൽ ഇൻകം ഉണ്ടോ അത് ഏത് സെക്ഷൻ അട്രാക്ട് ചെയ്യും അണ്ടർ സെക്ഷൻ 22 അത് വിൽക്കാനിട്ടിരിക്കുന്നത് ഞാനൊരു ഇതാണ് സ്റ്റോക്ക് ഇൻ ട്രേഡ് വെച്ചാൽ അതിനകത്ത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ബിസിനസിന്റെ ആകാം എനി ടൈപ്പ് പ്രോപ്പർട്ടി സോ അണ്ടർ സെക്ഷൻ 22 പ്രകാരം എവിടെ ടാക്സ് ചെയ്യും ഈ റെന്റൽ ഇൻകം സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയതുകൊണ്ട് റെന്റൽ സോ ഞാൻ ബിൽഡിംഗ് വിൽക്കാനായിട്ട് ബിൽഡിംഗ് വിൽക്കാനായിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് അത് വിറ്റ് പോകുന്നില്ല അത് ഞാൻ റെന്റിന് കൊടുത്താൽ PGBP-ലാണോ ഹൗസ് പ്രോപ്പർട്ടിയിലാണോ വരുന്നത് ആനുവൽ വാല്യൂ ഫ്രം എ പ്രോപ്പർട്ടി മീൻസ് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് അപ്പാർട്ട്മെന്റ് there too സോ അത് ഏത് ടൈപ്പ് ഓഫ് കാറ്റഗറി എന്തോ ആയിക്കോട്ടെ സോ അതിൽ നിന്ന് റെന്റൽ ഇൻകം കിട്ടിയിട്ടുണ്ടോ അത് എവിടെ ആയിരിക്കും ടാക്സ് ചെയ്യുന്നത് അണ്ടർ സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി then salary received by a partner from firm എവിടെ ആയിരിക്കും ടാക്സ് ചെയ്യുക സാലറി ബൈ പാർട്ട്ണർ ഫ്രം ഫേം സോ ഫേമും പാർട്ട്ണറും സാലറി എന്ന് വേർഡ് കേട്ടോന്ന് ചാടിക്കേറി അത് ഇൻകം സാലറീസിൽ ഇടരുത് സോ അണ്ടർ സെക്ഷൻ 15 പ്രകാരം എന്താണ് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഫേമും പാർട്ട്ണറും തമ്മിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല സോ നമുക്ക് അങ്ങനെ കിട്ടുന്ന സാലറി നമ്മൾ എവിടെയാണ് PGBP-ല് 40B-ല് ഡിഡക്ഷനിൽ അപ്പൊ അതായത് എന്താണ് PGBP-ലാണ് ചാർജ് ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷണൽ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് 40B പ്രകാരം ചാർജ് ചെയ്യുന്നത് ഡിഡക്ഷൻ ആയിട്ടോ ദെൻ റെന്റൽ ഇൻകം ഫ്രം മെഷീനറി എവിടെ ആയിരിക്കും പറയാമോ റെന്റൽ ഇൻകം ഫ്രം മെഷീനറി
റെന്റൽ ഇൻകം എന്ന് പറഞ്ഞ ചാടിക്കേറി ഹൗസ് പ്രോപ്പർട്ടി പറയരുത്. റെന്റ് ഫ്രം മെഷീനറി സെക്ഷൻ 22 പ്രകാരം മെഷീനറി എന്ന് പറയുന്നത് എന്തല്ല, പ്രോപ്പർട്ടി അല്ല അല്ലെ. പ്രോപ്പർട്ടി മീൻസ് എന്തായിരിക്കണം, ലാൻഡ് ബിൽഡിംഗ് ആൻഡ് ലാൻഡ് ബിൽഡിംഗ് ഓർ ലാൻഡ് അപ്പർ ടു ദെയർ ടു ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ഇത് എന്തല്ല, പ്രോപ്പർട്ടി അല്ല. അതുകൊണ്ട് എന്തിൽ വരില്ല, സെക്ഷൻ 22 നോക്കണ്ട, എന്താണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നോക്കണ്ട. ദെൻ നിങ്ങൾ തന്നെ പറയാ, എന്റെ ബിസിനസ് ആണ് മെഷീനറി റെന്റിന് കൊടുക്കുകയാണെങ്കിൽ എവിടെ വരും, PGBP വരും. സോ എന്റെ ബിസിനസ് അല്ല എങ്കിൽ എവിടെ വരും, IFOS വരും. ഒരു കാരണവശാലും റെന്റൽ എന്ന് കണ്ടോറിനെ ചാടിക്കേറി സെക്ഷൻ 22 കൊടുക്കരുത്. ഒന്നുകിൽ PGBP, എന്റെ ബിസിനസ്, അത് എന്റെ റെന്റിന് കൊടുക്കുക എന്ന് പറയുന്നത് എന്റെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ് അണ്ടർ PGBP. അതർവൈസ് എവിടെ ആയിരിക്കും, IFOS ആയിരിക്കും ടാക്സ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. വിന്നിങ്സ് ഫ്രം ലോട്ടറി ബൈ എ പേഴ്സൺ ഹാവിംഗ് സെയിം ആസ് ബിസിനസ് ആക്ടിവിറ്റി. എന്താ എവിടെ ആയിരിക്കും വരുന്നത്? വിന്നിങ്സ് ഫ്രം ലോട്ടറി. സോ മിസ്റ്റർ എക്സിന്റെ ബിസിനസ് ആണ് ലോട്ടറി വിൽപ്പന. സോ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ലോട്ടറിക്ക്, അയാളുടെ കണ്ടിലുണ്ടായിരുന്ന ടിക്കറ്റിന് ലോട്ടറി അടിച്ചു. സോ അങ്ങനെയാണെങ്കിൽ അയാളുടെ ബിസിനസ് ഇൻകം വരുമോ, IFOS വരുമോ? സോ ഈ ബിസിനസ് ഉണ്ട്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു സെയിം ബിസിനസ് ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് ഉദ്ദേശിക്കുന്ന നല്ല ബിസിനസ്, ദാറ്റ് മീൻസ് അത് സെയിൽ ചെയ്യാന്നുള്ളതാണ്. സോ ദാറ്റ് മീൻസ് അത് സെയിൽ ചെയ്യാതെ കയ്യിൽ ലോട്ടറി അടിച്ചു മീൻസ് എന്താണ്, അയാൾ എടുത്ത പോലെ വരും. അപ്പം ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് പോലും അല്ല. സോ ദാറ്റ് മീൻസ് വിന്നിങ്സ് ഫ്രം ലോട്ടറി ഓൾവേസ്. സോ ഒന്നെങ്കിൽ എന്താണ്, എന്റെ ലോട്ടറി വിൻ ചെയ്യാന്നുള്ള ഒരിക്കലും എന്റെ ബിസിനസ് ആവൂല, ലോട്ടറി വിൽക്കുക എന്നുള്ളതാണ് എന്റെ ബിസിനസ്. സോ എന്റെ കയ്യിൽ ഇരുന്ന ഒരു പർട്ടിക്കുലർ ടിക്കറ്റ് ഞാൻ തിരിച്ചു കൊടുക്കാത്ത ഞാൻ എടുത്തു, അല്ലെങ്കിൽ ഞാൻ ആ ടിക്കറ്റ് എടുത്തു എന്ന് പറയുന്ന ടിക്കറ്റിനെ ലോട്ടറി അടിച്ചു, ഞാൻ ലോട്ടറി വിൽക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ എന്റെ ബിസിനസ് ഇപ്പൊ ആവൂല. ലോട്ടറി വിന്നിങ്സ് ആർ ഓൾവേസ് ചാർജ് അണ്ടർ IFOS. Then salary payable to member of parliament. So അവിടെ എംപ്ലോയർ സാലറി എന്ന് കേട്ട ചാടിക്കരുവില്ല, എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ല, IFOS. MP, MLA, MLC എല്ലാം എവിടെയാണ് വരുന്നത്, IFOS. റെസീറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ദാറ്റ് മീൻസ് എന്താണ്, ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ നമ്മൾ എവിടെയാണ് എടുക്കുന്നത്, IFOS. സോ അത് റെസീറ്റ്. സോ അതിനകത്ത് ഈ പറയുന്ന റിസീവ് ചെയ്യുന്നത് എന്താണ്, ക്യാപിറ്റൽ അസറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബട്ട് ജസ്റ്റ് ഒരു ഇത് പറയുകയാണെങ്കിൽ ഏത് ഹെഡിൽ വരുമ്പോൾ നമുക്ക് എന്താണ്, IFOS നോർമലി ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. റിട്ടയർമെന്റ്. In case of retirement, interest on employees' contribution if provident fund is unrecognized. എവിടെ വരും, നമ്മൾ സാലറിയിൽ പഠിച്ചാണ്, unrecognized ആണെങ്കിൽ എവിടെയാണ് വരുന്നത്, IFOS. The last one, rental income in case of a person engaged in the business of letting of property. So പ്രോപ്പർട്ടി വീട് കെട്ടിയിട്ടിട്ട് അത് റെന്റിന് കൊടുക്കുകയാണ് എന്റെ ബിസിനസ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 22 അട്രാക്റ്റീവോ, സെക്ഷൻ 28 അട്രാക്റ്റീവോ? ബിൽഡിംഗ് കെട്ടിയിട്ട് അത് റെന്റിന് കൊടുക്കുകയാണ് എന്റെ ബിസിനസ്. അങ്ങനെയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കോ, PGBP ആയിരിക്കും? റെന്റിന് കൊടുക്കുക എന്ന് പറയുന്നതാണ് എന്റെ ബിസിനസ്. എവിടെ ആയിരിക്കും, PGBP അല്ലെ? സോ ക്ലിയർ അല്ലേ? സോ നമ്മുടെ ഇത് കറക്റ്റ് എഴുതാൻ പറ്റിയ നമുക്ക് എല്ലാ ഹെഡ്സിന്റെയും കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കും. കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ എല്ലാ ഹെഡ്സും നമ്മൾ കഴിഞ്ഞു. ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് എക്സാമിനും ഓരോ ഹെഡിൽ നമ്മൾ ഒരു ടോട്ടൽ ഇൻകം പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും ഓരോന്നും ഏത് ഹെഡിൽ വരുന്നോ അതിനകത്ത് കറസ്പോണ്ടിങ് ഡിഡക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളൊരു ചാപ്റ്റർ 6 ഡിഡക്ഷൻ. സോ ഇനി നമുക്ക് ക്ലബിങ് എ സെറ്റ് ഓഫ് ദെൻ ചാപ്റ്റർ 6 ഡിഡക്ഷനും കൂടെ കഴിഞ്ഞാൽ എന്താണ് ടോട്ടലിംഗ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ TDS കൂടാ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെയാവും. എന്നിവിടെ ഒരു അസസ്മെന്റ്, ദാറ്റ് മീൻസ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുള്ള അങ്ങനെയുള്ള ചെറിയ കേസ് കൂടെയാണ് നമുക്ക് ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളത്. ഓക്കെ, സോ അപ് ടു ദിസ് പോയിന്റ് നമ്മൾ എന്താണ് എല്ലാ ഹെഡ്സും ഡിസ്കസ് ചെയ്തു.
സോ ഒരു ഇൻകം വന്നു കഴിഞ്ഞാൽ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം. അതിന്റെ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ നോക്കിയിട്ട് മനസ്സിലാക്കണം ഇത് ഏത് ഹെഡിൽ വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sum of rupees 1,20,000 was received as gift from non-relative by Raj on the occasion of marriage of his son Praveen. First one, taxable ആണോ അല്ലയോ? So 1,20,000 കിട്ടി ആർക്ക്? രാജിന് കിട്ടി. Okay. So രാജിന് കിട്ടി എന്നാണ് കിട്ടിയത്? രാജിന്റെ മാരേജിനാണോ? രാജിന്റെ മാരേജിന്റെ ഒക്കേഷനിലാണോ കിട്ടിയത്? സോ രാജിന് കിട്ടി എന്താണ്? രാജിന്റെ സണ്ണിന്റെ മാരേജ്. സോ നമ്മൾ എടുത്തു പറയുന്നുണ്ട് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ മാരേജ് ഓഫ് ഇൻഡിവിജ്വൽ. സോ നമ്മുടെ ഇവിടെ അസസി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ രാജാണ്. സോ രാജിന്റെ മാരേജിന് അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ടാക്സബിൾ. ബട്ട് സണ്ണിന്റെ മാരേജിന് കിട്ടിയുണ്ട്. സോ എന്നിട്ട് നോക്കും കിട്ടിയത് ആരുടെ നിന്നാണ്? റിസീവ്ഡ് ഗിഫ്റ്റ് നോൺ റിലേറ്റീവ്. സോ നോൺ റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് എന്താണ് ഓൺ ദ ഒക്കേഷൻ ഓഫ് മാരേജ് അല്ലാതെ എക്സംഷൻ അല്ലാത്ത കാറ്റഗറിയിലുള്ള കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ എമൗണ്ട് എത്രയാന്ന് നോക്കും? 1,20,000. സോ സം ഗ്രേറ്റർ ദാൻ 50,000. 50,000 കൂടുതലാണ്. ദാറ്റ് മീൻസ് എന്താണ്? ടാക്സബിൾ. മാരേജ് എന്ന് കണ്ടോന്ന് ചാടി കയറി വീടരുത്. സണ്ണിന്റെ മാരേജ്, ദാറ്റ് മീൻസ് ഇൻഡിവിജ്വലിന്റെ മാരേജിന് കിട്ടിയത്. സോ രാജിന്റെ മാരേജിനാണ് കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സണ്ണിന്റെ മാരേജിന് സണ്ണിനാണ് കിട്ടിയിരുന്നെങ്കിൽ ഓക്കെ, എന്താണ് എക്സംപ്റ്റഡ് ആയിരുന്നു. ബട്ട് ഇതെന്താണ്? ഇൻഡിവിജ്വലിന്റെ സണ്ണിന്റെ മാരേജിന്റെ അന്ന് ഇൻഡിവിജ്വലിനെ കിട്ടിയാൽ അത് 50,000 എബോ ആണെങ്കിൽ എന്താണ്? ടാക്സബിൾ ആയിരിക്കും. ടാക്സബിൾ. ക്ലിയർ ആണോ? ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ ഓഫ് ₹96,000 received on 12/3/2023 for acquisition of urban land, of which 40% relates to previous year 21-20. ആയിക്കോട്ടെ, ഏത് ഇയർ റിലേറ്റഡ് ആണെങ്കിലും എന്താണ്? സോ ഇവിടെ ഏത് സെക്ഷൻ ആയിരുന്നു? അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ സെക്ഷൻ ഏതാണ്? സെക്ഷൻ ഏതാണ്? സോ ഇൻട്രസ്റ്റ് ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്ലസ് സെക്ഷൻ 145B 145B subsection 1. സോ പ്രകാരം എന്തായിരിക്കണം? ഏത് പ്രീവിയസ് ഇയർ ആണോ തൊട്ടുമുമ്പത്തെ പ്രീവിയസ് ഇയർ 40% ആയിക്കോട്ടെ, ഏത് പ്രീവിയസ് ഇയറിലാണോ? പ്രീവിയസ് ഇയർ 22-23 അല്ലെങ്കിൽ അസസ്മെന്റ് ഇയർ 23-24 എത്രയാണ്? 96,000 കിട്ടുന്നുണ്ട്. സോ എന്താണ് അതിന്റെ അവിടെയുള്ള പ്രത്യേകത? എന്താണ്? 57 പ്രകാരം, അണ്ടർ സെക്ഷൻ 57 പ്രകാരം 50% അലൗഡ് ആസ് ഡിഡക്ഷൻ. No, under section 57 must start to quote less deduction under section 57 എത്രയാണ്? 50% of 96,000. that means 48,000 നമുക്ക് ഡിഡക്ട് ചെയ്യാം. then remaining 48,000 will be taxed under IFOS as per section 56 subsection 2 clause 8. okay, so 43 subsection 145 subsection 1 പ്രകാരം നോർമലി ഫോളോ ചെയ്താണെങ്കിലും അതിന് ഓൾറെഡി 143 സബ്സെക്ഷൻ 145B സബ്സെക്ഷൻ 1 എന്താണ്? 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം ഏത് പ്രീവിയസ് ഇയറിലാണ്, ഇതുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഏത് പ്രീവിയസ് ഇയറിലാണ് കിട്ടുന്നത്? സോ പല വർഷങ്ങളായതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഒരു 50% ഡിഡക്ഷൻ തരാം 57 പ്രകാരം. അത് കുറച്ച് ബാക്കിയുള്ള എന്താണ് IFOS പിന്നെ വേറെ എക്സ്പെൻഡിച്ചർ പറഞ്ഞു വരരുത്. നെക്സ്റ്റ് on 10/10/2022 Mr. G, a bank employee, receives 5 lakh towards interest on enhanced compensation from state government in respect of compulsory acquisition of it land affected during the financial year 14-15. So 14-15 ആണ് 5 ലക്ഷം കിട്ടി. എന്താണ് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്? 150 എത്രയാണ്? 15-16 ആണ്. 165 16-17 ആണ്. 185 17-18 ആണ്. He incurred 50,000 by way of legal expenses to receive interest on such enhanced compensation. So interest on such enhanced compensation. അങ്ങനെയാണെങ്കിൽ how much interest on enhanced compensation would be chargeable to tax for the assessment year 23-24? assessment year 23-24 എത്രയാണ് ടാക്സബിൾ ആകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെ സെക്ഷൻ ആണ്? സെക്ഷൻ 145B subsection 1.
ഇവിടെ പറയുന്നത് ഏത് ഇയറിലാണോ റിസീവ് ചെയ്യുന്നത്. ദെൻ അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8 പ്രകാരം എത്രയാണ് കോമ്പൻസേഷൻ കിട്ടിയത്? 5 ലക്ഷം. ദെൻ ഇതിലാണ്ടോ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരാം? അണ്ടർ സെക്ഷൻ 57 പ്രകാരം 50%. ഇപ്പൊ പകുതി ഡിഡക്ഷൻ പകുതി 57 യൂസ് ചെയ്ത് നിങ്ങൾ ഡിഡക്ട് ചെയ്തോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലീഗൽ ചാർജ് ഉണ്ട്, അത് ഇതെന്ന് പറഞ്ഞ് വരരുത്. കുറയ്ക്കാം. 2,50,000. കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 2,50,000 ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോയി 50,000 ബൈ വേ ഓഫ് ലീഗൽ എക്സ്പെൻസ്. സോ ഓൺലി എന്താണ് ഇത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള ലീഗൽ എക്സ്പെൻഡിച്ചർ ആണെന്നൊന്നും പറഞ്ഞ് അവിടെ കുറയ്ക്കാൻ നിൽക്കരുത്. സോ എന്താണ് ഫ്ലാറ്റ് 50 തന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അൽക്കുലത്തെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങൾക്ക് 5 ലക്ഷം കിട്ടി, പല വർഷത്തെയാണ്. സോ ലീഗൽ എക്സ്പെൻഡിച്ചർ 50,000 കൊണ്ട് അതൊക്കെ സമ്മതിച്ചു. എൻറ്റയർലി ഫോർ ദ പർപ്പസ് ഓഫ് ഈ പറയുന്ന എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഓൾറെഡി നിങ്ങൾ അത് ഇവിടെ കുറച്ചിട്ടുണ്ടാവും. കോമ്പൻസേഷൻ കിട്ടുമ്പോൾ കുറച്ചിട്ടുണ്ടാവും. പിന്നെയും ഈ പറയുന്ന ഇൻട്രസ്റ്റ് കിട്ടുന്ന എന്ന് പറഞ്ഞിട്ട് എന്തുമായിട്ട് വരരുത്, ഈ പറഞ്ഞ എക്സ്പെൻഡിച്ചർ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ അത് എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും ലീഗൽ എക്സ്പെൻഡിച്ചർ. സോ ഇൻട്രസ്റ്റ് കിട്ടാൻ എന്തുമാത്രം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ? 50 പകുതി തന്നു കഴിഞ്ഞു. വേറെ ഇനി എക്സ്പെൻഡിച്ചർ വേറെ ഒന്നും തന്നെ പറഞ്ഞു വരരുത്, കിട്ടില്ല. ക്ലിയർ ആണോ? ഇവിടെ നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ഈ 2,50,000 കുറഞ്ഞ് ഈ 2,50,000 ഈ 50,000 കൂടെ കുറച്ച് 2 ലക്ഷം തന്നെ കിട്ടും. മാർക്കേ കിട്ടില്ല. ഈ സെക്ഷൻ ഉൾപ്പെടെ കോട്ട് ചെയ്യുന്നതിന് വെറുതെ ആവും. വേറെ ഒന്നും കിട്ടില്ല. ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 57 പ്രകാരം പകുതി കുറച്ചോ വേറെ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അത് അതിൽ നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞ് വരുന്നത് തരില്ല. നെക്സ്റ്റ് വൺ. സോ Mrs. H pertaining to year under 31/3/2023 cash gift of rupees 51,000 received from her friend on the occasion of her Shashtapdavuti, a wedding function celebrated on her husband's completing 60 years of age. This was also 25th wedding anniversary. So wedding anniversary ki kittiyal endengilum undo? So areyinana kittiyathu cash rupees 51,000 ഫ്രം ഫ്രണ്ട്. എന്താണ് മാരേജ് അല്ലാത്ത ഒക്കേഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? എൻറ്റയർ 51,000 എന്തായിരിക്കും? ടാക്സബിൾ. ഇവിടെ നോർമൽ സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് 50,000 കുറച്ച് 1,000 ടാക്സബിൾ എന്ന് എഴുതി വെക്കരുത്. ഇഫ് ഇറ്റ് എക്സീഡ്സ് 50,000 complete aggregate value, full amount will be taxable. Then on the above occasion, diamond necklace. On the above occasion, diamond necklace worth 2 lakhs was presented by her sister living in Dubai. Okay. So on the same occasion, Mrs. H in 2 lakh necklace. Okay. So diamond necklace. So necklace എന്ന് പറയുന്നതാണ് പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനിൽ വരുന്നതാണ്. ബട്ട് ആരുടെ നിന്നാണ് കിട്ടിയത്? സിസ്റ്റർ. സോ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഡെഫിനിഷനിൽ വരും? റിലേറ്റീവ്. നോർമലി സ്റ്റുഡൻസ് ഇവിടെ ഒരുപാട് കഥ എഴുതും, അവിടെ വരുന്നൊരു മിസ്റ്റേക്ക് ആണ്. സോ റിലേറ്റീവ് ആണ്, പക്ഷേ ഷീ ഈസ് ലീവിങ് ഇൻ ദുബായ്. നമ്മുടെ പ്രൊഫഷനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിൽ താമസിക്കുന്ന റിലേറ്റീവ് ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സോ പറയാത്ത കാര്യങ്ങൾ നമ്മൾ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് അത് ടാക്സബിൾ ആകും ആകത്തില്ല എന്നൊന്നും എഴുതി വെക്കരുത്. സോ ഇത് ആക്ച്വലി എന്താണ്? പ്രോപ്പർട്ടി ആണ്. ഡയമണ്ട് നെക്ലേസ് റിസീവ്ഡ് ഫ്രം എ സിസ്റ്റർ. ദാറ്റ് മീൻസ് ഒരു റിലേറ്റീവ് താമസിക്കുന്ന ഇന്ത്യയിലാകണം എന്ന് നമ്മുടെ പ്രൊഫഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. റിലേറ്റീവ് ഇന്ത്യൻ സ്റ്റാറ്റസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. റിലേറ്റീവ് ആകണം. സോ എന്താണ് ബ്രദറും സിസ്റ്ററും എന്നാണ് റിലേറ്റീവ് ഡെഫിനിഷൻ വരുന്നത്. റിലേറ്റീവിന്റെ ഡെഫിനിഷനിൽ വരുന്നവർ എന്ത് കൊടുത്താലും, ക്യാഷ് കൊടുത്താലും, പ്രോപ്പർട്ടി കൊടുത്താലും, ഇമ്മോൾ പ്രോപ്പർട്ടി കൊടുത്താലും, എത്ര കൊടുത്താലും എന്തായിരിക്കും? ടാക്സബിൾ അല്ല. സോ അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് റിലേറ്റീവ് ആൻഡ് നോട്ട് ടാക്സബിൾ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ പോയിന്റ്? നോർമലി ഇതിനകത്ത് എഴുതുന്നതാണ് ഭയങ്കര ഒരു ഇതായിട്ട് റിലേറ്റീവ് ഒക്കെയാണ്, പക്ഷെ അബ്രോഡ് ആണ്, അതുകൊണ്ട് ടാക്സബിൾ ആണെന്നൊക്കെ എഴുതി വെക്കും. അങ്ങനെയുള്ള ഒന്നും എഴുതരുത്. അങ്ങനെയുള്ള പ്രൊഫഷനൊന്നും നമ്മൾ പഠിക്കുന്നില്ല. ജസ്റ്റ് റിലേറ്റീവ് ആണെന്നേ നോക്കുന്നുള്ളൂ. അവരുടെ സ്റ്റേ എവിടെയാണ്, താമസം എവിടെയാണ്, ഇന്ത്യയിൽ താമസിക്കുന്ന റിലേറ്റീവ് എന്ന് ഒരിക്കലും പ്രൊഫഷനിൽ പറഞ്ഞിട്ടില്ല.
when she celebrated her daughter's wedding on 21/2/2023, her friend assigned in Mrs. S favor a fixed deposit held by the said friend in a scheduled bank. The value of fixed deposit and the accrued interest on the said date was 52,000. Answer on that. No. So 52,000. 52,000. So ഇവിടെ നോക്കണ്ട 52,000 sum of money. മണി റിസീവ് ഇവിടെ എന്താണ് ബാങ്ക് അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻ ആണുള്ളത്, രണ്ട് വ്യൂ ആണുള്ളത്. ഒന്നെങ്കിൽ ഇങ്ങനെ ബാങ്കിൽ കിട്ടിയത് എന്തായിട്ട് എടുക്കാം, സം ഓഫ് മണി ആയിട്ട് എടുക്കാം. Therefore, sum of money on the occasion of daughter's wedding ഒക്കെ ആണെന്നുണ്ടെങ്കിൽ greater than 50,000 ആയതുകൊണ്ട് എന്താ പറയാം, under section 56 subsection 2 clause 10 പ്രകാരം taxable. Then വേറൊരു വ്യൂ എന്താണ്, ബാങ്കിൽ കിട്ടുന്ന ഫിക്സഡ് FD എന്ന് പറയുന്നത് not falls within the meaning of sum of money, not falls within the meaning of സം ഓഫ് മണി. സോ ഇതെന്താണ്, എനിക്ക് ക്യാഷ് അല്ല കിട്ടിയത്, എനിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടിയത്. അതാണ് ക്യാഷിന്റെ സം ഓഫ് മണി എന്ന ഡെഫിനിഷനിൽ വരത്തില്ല. Therefore, അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 പ്രകാരം എന്താണ് ഈ സെക്ഷൻ അട്രാക്ട് ചെയ്യത്തില്ല, നോട്ട് ടാക്സബിൾ. അങ്ങനെ ഒരു വ്യൂം എടുക്കാം. ക്ലിയർ ആണോ? സോ ഇവിടെ വേറെ ഒന്നും അല്ല. സോ മാരേജ്, ഡോട്ടേഴ്സ് വെഡിങ് ആണെന്ന് പറഞ്ഞ് എഴുതിട്ട് ഇൻഡിവിജ്വലിന്റെ വെഡിങ്ങിനായിരിക്കണം, വേറെ ആരുടെ വെഡിങ്ങിനാണെങ്കിലല്ല. സോ ഒന്നെങ്കിൽ ഈ FD കിട്ടിയ സം ഓഫ് മണിയുടെ ഡെഫിനിഷനിൽ വരുന്ന സം ഓഫ് മണി ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, ആക്ച്വലി ഇത് FD കിട്ടുന്ന ക്യാഷ് ആണല്ലോ പറഞ്ഞെടുക്കാമല്ലോ എന്ന രീതിയിൽ സം ഓഫ് മണി ആയിട്ട് ട്രീറ്റ് ചെയ്ത് ടാക്സബിൾ ആക്കാം. അല്ലെങ്കിൽ എന്താണ്, സം ഓഫ് മണിയുടെ ഡെഫിനിഷനിൽ വരത്തില്ല. Therefore, portions of section 56 subsection 2 clause 10 അട്രാക്ട് ചെയ്യില്ല, നോട്ട് ടാക്സബിൾ. ഏത് രണ്ട് വ്യൂ എക്സാമിന് എഴുതണം. Then next question, examine the following transaction. So taxability പറയാണ്, Mr. B transferred 500 shares of R private limited to Mrs. B company limited on 10/1/10/2022 for rupees 3 lakh when the market price was 5 lakh. The indexed cost of acquisition of shares of Mr. B computed was 4,45,000. The transfer was not subject to security transaction tax. Determine income chargeable to tax in the hands of Mr. B and Mrs. B Company Private Limited. So, ഇവിടെ നോക്കാം, Mr. B this transfer 500 shares to Mrs. B Company Private Limited. സോ എത്ര, നമ്മുടെ പ്രീവിയസ് ഇയറില് 3 ലക്ഷം രൂപയ്ക്കാണ് കൺസിഡറേഷൻ. സോ ഇതിന്റെ അന്നത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ 5 lakhs. സോ ഇത് ഇൻഡെക്സേഷൻ പറഞ്ഞത്, ദാറ്റ് മീൻസ് മിസ്റ്റർ ബി ഇതെന്താണ്, ഒരു ക്യാപിറ്റൽ അസറ്റ് ആയിരുന്നു. സോ സെക്ഷൻ 50CA, സോ 50C നമ്മൾ ഇമൂവബിൾ പ്രോപ്പർട്ടിയുടെ കേസ് നമ്മൾ പറഞ്ഞു. 50CA എന്താണ്, ഇതേപോലെ ഷെയർസിന്റെ കേസ് ആണെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടിൽ കുറവാണെങ്കിൽ എന്തെടുക്കണം പറയുന്നത്, 50CA പ്രകാരം ഫെയർ മാർക്കറ്റ് വാല്യൂ എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, സോ 50CA പ്രകാരം നമുക്ക് എന്തോരും, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്തെടുക്കണം, FMV എടുക്കണം. എത്രയാണത്, 5 lakhs. Then indexed cost of acquisition എത്രയുണ്ട്, 4,45,000. 4,45,000. സോ ഉണ്ട് മിസ്റ്റർ ബിയുടെ കയ്യിൽ ഇതെന്തായിരിക്കും, ഈ 4,45,000 കഴിച്ചിട്ടുള്ള 55,000 എന്താണ്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. സോ ക്യാപിറ്റൽ ഗെയിൻ എഴുതിയാൽ നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടില്ല. എന്തെഴുതണം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 55,000 ടാക്സ് ചെയ്യുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അത് എഴുതുന്നതിന് മാർക്കുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. Then
ഈ കമ്പനിയുടെ കയ്യിലോ മിസ്സസ് ബി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കയ്യിലോ ബി പ്രൈവറ്റ് ലിമിറ്റഡ്. സോ ഇവിടെ എന്താണ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോപ്പർട്ടി ഡെഫിനിഷനിൽ വരുന്നതാണ്. സോ എത്രയിന് വാങ്ങിച്ചു? കൺസിഡറേഷൻ കൊടുത്തത് 3 ലക്ഷമായിരുന്നു. സോ FMV എത്രയായിരുന്നു? ഫെയർ മാർക്കറ്റ് വാല്യൂ 5 ലക്ഷം. സോ ദാറ്റ് മീൻസ് ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ വാങ്ങിച്ചു. ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ അണ്ടർ സെക്ഷൻ 56 subsection 2 clause 8 അല്ലെ. സോ മൂവബിൾ പ്രോപ്പർട്ടി ഇന്നാഡിക്വേറ്റ് കൺസിഡറേഷൻ. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് 5 lakh മൈനസ് 3 lakhs എത്രയാണ്? 2 lakhs. അത് എത്രയായിട്ട് നോക്കണം? ഗ്രേറ്റർ ദാൻ 50,000. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? entire 2 lakhs will be taxed under IFOs in the hands of that company. Entire 2 lakhs taxed under IFOs under section 56 subsection 2 clause 10. ആരുടെ കയ്യില്? says B private limited ന്റെ കയ്യില്. ഡിസ്കസ് ചെയ്ത പ്രൊവിഷൻ പ്രകാരമുള്ള പ്രോബ്ലം. പക്കാ തിയറി നന്നായിട്ട് അറിയാമെങ്കിൽ ജസ്റ്റ് ഫിഗർ മാത്രമുള്ളൂ ഇവിടെ എഴുതേണ്ടതെല്ലാം. ഈ പറയുന്ന സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10ഉം അതിന്റെ തിയറിയുമാണ് നമ്മൾ ആൻസറിൽ വർക്കിംഗ് നോട്ടായിട്ട് എഴുതേണ്ടത്. സോ ദെൻ നെക്സ്റ്റ്, മിസ്റ്റർ സി employed in a company with taxable salary income of rupees 5 lakhs. He has received a cash gift of rupees 1 lakh from Atma Charitable Trust registered under section 12AB in December 2020 for meeting his medical expense. Is this cash gift so received from the trust chargeable to tax in the hands of Mr. C? Okay, so ഇവിടുന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ആരുടെ നിന്നാണ്? ട്രസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ സെക്ഷൻ 12AB. സോ 12A 12AB ട്രസ്റ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10 നോട്ട് അപ്ലൈ ബിക്കോസ് എക്സംഷൻ ആണ്. എക്സംഷൻ ഉള്ളവരാണ് എന്ത്? ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നിന്നൊക്കെ ഗിഫ്റ്റ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ദാറ്റ് മീൻസ് എൻറ്റയർ 1 lakh will not be taxed. സോ മെഡിക്കൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ളതാണ്. നോട്ട് ചാർജബിൾ അണ്ടർ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 10. സോ ഇത്രയാണ് നമ്മുടെ IFOs വരുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കംപ്ലീറ്റ് സെക്ഷൻ സബ് ക്ലോസ് ഉൾപ്പെടെ നമ്മൾ ആൻസർ എഴുതണം. ഒരു കാരണവശാലും വേഗമായിട്ട് ആസ് പെർ പോർഷൻസ് ഓഫ് സെക്ഷൻ 56 എന്ന് എഴുതരുത്. 56 സബ്സെക്ഷൻ 2 നമ്മൾ 2 സെക്ഷൻ എഴുതിയിരുന്നു. റിമൈനിങ് സെക്ഷൻ ഒന്ന് പറയാം. 56 സബ്സെക്ഷൻ 2 ക്ലോസ് 1 ഡിവിഡൻഡ് ഇൻകം. ദെൻ അതിനകത്ത് നമുക്ക് മേജറായിട്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 22 ക്ലോസ് E ആണ് നമുക്ക് എക്സാമിന് ഡിസ്കഷൻ വരുന്നത് ചോദിക്കുന്നത്. ദെൻ കാഷ്വൽ ഇൻകം. സോ കാഷ്വൽ ഇൻകത്തിന് എന്താണ്? ഒരു തരത്തിലുള്ള റിഡക്ഷനും കിട്ടില്ല. ഫ്ലാറ്റ് 115BB പ്രകാരം 30% ഫ്ലാറ്റ് ടാക്സ്. സോ ഇത് ടോട്ടൽ കണ്ടുപിടിക്കുമ്പോൾ ദെൻ അതിനകത്ത് ടാക്സ് ലയബിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നതാണ്. സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 7B എന്തായിരുന്നു? received in excess consideration received in excess of issued by a closely held company. Consideration excess of fair market ആയിരിക്കണം. issued by a എന്തായിരിക്കണം? പ്രീമിയത്തിലായിരിക്കണം. ഷെയർസ് എന്തായിരിക്കണം? പ്രീമിയത്തിലായിരിക്കണം. ആൻഡ് ഇഷ്യൂ പ്രൈസ് ഗ്രേറ്റർ ദാൻ FMV ആയിരിക്കണം. ആ കേസിൽ ഇഷ്യൂ പ്രൈസ് മൈനസ് FMV ആയിരിക്കും എന്ത് കിട്ടുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത് ആ ക്ലോസ്ലി ഹെൽഡ് കമ്പനിക്ക്. ദെൻ ഏതായിരുന്നു? സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 8. എന്തായിരുന്നു ക്ലോസ് 8? Then 56 subsection 2 clause 9. Then 56 section 56 subsection 2 clause 10. Then 56 section 56 subsection 2 clause 11. Clause 8 എന്തായിരുന്നു? Clause 8 എന്തായിരുന്നു? 46. സോ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്
Okay, so compensation, enhanced compensation ഒക്കെ എന്താണ്? Capital gainൽ 45 subsection 5 5 ഒക്കെയാണ്. So interest on compensation and enhanced compensation. So ഇവിടെ നമുക്ക് കിട്ടാവുന്ന ഒരേ ഒരു ഗുണം എന്താണ്? Under section 57 പ്രകാരം എന്താണ്? ഫ്ലാറ്റ് ഏത് പ്രീവിയസ് ഇയർ ആണ് കിട്ടുന്നത്? ഇവിടെ നമ്മൾ നമ്മൾ ആൻസർ എഴുതുമ്പോഴത്തേക്കും 145 subsection 1 145 B clause 1 subsection 1 then 456 subsection 2 clause 8 കൂടി എഴുതി ഫുൾ ഒരു പ്രൊവിഷൻ. നമുക്ക് ഏത് സജസ്റ്റ് ആൻസർ എടുത്ത് നോക്കിയാലും സെക്ഷൻ കോട്ട് ചെയ്താണ് അവർ ആൻസർ എഴുതുന്നത്. സോ അത്രത്തോളം പെർഫെക്റ്റ് ആൻസർ എഴുതിയാൽ നമുക്ക് ഫുൾ ക്രെഡിറ്റ് കിട്ടുന്നു. Then 56 subsection 2 clause 9 56 subsection 2 clause 9 clause 9 എന്തായിരുന്നു? 56 subsection 2 clause 9. Okay, so നമ്മൾ ഓൾറെഡി സെക്ഷൻ നമുക്ക് ഇതിന്റെ കോൺട്രാ നമ്മൾ എപ്പോഴും കണക്ഷൻ അതിന്റെ കോൺട്രാ വരുന്നത് എവിടെയാണ്? അണ്ടർ സെക്ഷൻ 51 ക്യാപിറ്റൽ ഗെയിൻസില്. സോ ഇവിടെ നമുക്ക് എന്താണ്? അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ്. ഡേറ്റ് ഓർക്കണം. അഡ്വാൻസ് മണി ഫോർഫീറ്റഡ്, advance money received and forfeited date എന്തായിരുന്നു? 1/4. advance money received and forfeited on or after 1/4/2014 അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഏത് പ്രീവിയസ് ഇയറിനോ ഫോർഫീറ്റ് ചെയ്യുന്ന ആ പ്രീവിയസ് ഇയറിൽ IFOസിൽ ടാക്സ് ചെയ്യും. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗിഫ്റ്റ് ഒന്നെങ്കിൽ മണി ആകാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി. So without consideration agam, inadequate consideration adella nammal in depth discuss cheyidu. Then 56 subsection 2 clause 11 endayirunnu? Clause 11 endayirunnu? Compensation in connection with termination or modification. Okay, so ഇത് എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? 17 subsection 3 പറയുന്നോ? എന്റെ ക്രോസ് ഓർക്കേണ്ട സെക്ഷൻ 17 subsection 3 എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ഇൻ യുവർ സാലറി ആയിട്ട് അവിടെ സാലറിയിൽ പോകും. അതർ ദാൻ എംപ്ലോയറുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ എന്താണ്? അണ്ടർ സെക്ഷൻ 56 subsection 2 clause 11 പ്രകാരം ടാക്സ് അണ്ടർ IFOS. ക്ലിയർ ആണോ? സെക്ഷൻ 56 subsection 2 clause 10 നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഇതിനകത്ത് 50C കയറി വരും, 43CA കയറി വരുന്നുണ്ട്. സോ സ്റ്റോക്ക് ആണെങ്കിൽ അങ്ങനെയുള്ളത്. ദെൻ ഇപ്പുറത്തെ സ്റ്റേറ്റില് അത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ സെക്ഷൻ വരാത്തത് അതെല്ലാം ഇതിന്റെ എല്ലാം നമ്മൾ ഒരു കോൺസെപ്ച്വൽ ക്ലാരിറ്റി പ്രൊവിഷനിലെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാകണം. സോ ഏതാണ് ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ 50C 43CA. ദെൻ വരുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണോ അല്ലയോ നോക്കിയിട്ട്, വാങ്ങിക്കുന്ന ആളുടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണോ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ആൻസറിലേക്ക് വരാൻ. സോ ക്യാപിറ്റൽ അസറ്റ് ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ വന്നാലാണ്, ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇൻആഡിക്വേറ്റ് കൺസിഡറേഷനിൽ വന്നാലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? IFOസിൽ ടാക്സ് ചെയ്യുന്നത്. ദെൻ 56 നമുക്ക് ഡിഡക്ഷൻ. സോ ഇതിനകത്ത് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് 56 subsection 2 clause 8ന്റെ കേസിൽ ഒരു ഫ്ലാറ്റ് 50%. ദെൻ ഫാമിലി പെൻഷൻ കിട്ടുവാണെങ്കിൽ 1/3 അല്ലെങ്കിൽ 15,000. സോ അതിന് രക്ഷ കിട്ടുന്നതാണ് അതിനകത്ത് വരുന്നത്. ദെൻ 58 ഡിസലവൻസ് വരുന്നതാണ് നോർമലി നമുക്ക് ചെയ്യുന്നത്. സോ ഇതിനകത്ത് എന്താ? 56 ഇതിനകത്ത് ഡിവിഡൻഡില് സെക്ഷൻ 2 subsection 22 clause E. ദെൻ ഇവിടെ കാഷ്വൽ ഇൻകത്തില് നോർമലി വരാറുണ്ട്. ദെൻ ഇവിടെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തിട്ട് FMBയെക്കാട്ടിലും കുറവായ രീതിയിൽ എന്നിട്ട് ടാക്സ് മൾട്ടിപ്പിൾ ചോയ്സിന് കയറി വരാം. ദെൻ ഇത് എപ്പോഴും ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് സ്ഥിരം ക്വസ്റ്റൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ വരുന്നത് ഇതാണ്. ഇതിനകത്താണ് ഒത്തിരി കോൺസെപ്റ്റ്. അതായത് അതിന്റെ ആ ഒരു ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ സോ വാങ്ങിക്കുന്ന ആള് വിൽക്കുന്ന ആള് എന്ന രീതിയിൽ രണ്ട് പേരുടെയും ടാക്സ് ട്രീറ്റ്മെന്റ് എഴുതാൻ ചോദിക്കുന്ന സെനാരിയോ വരുന്ന 56 subsection 2 clause 10 ആണ്. അതിലാണ് ക്യാപിറ്റൽ അസറ്റ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. സോ ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ 50C, സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണെങ്കിൽ 43CA. എന്ന് വാങ്ങിക്കുന്ന ആളുടെ കയ്യിൽ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് വരുന്നെങ്കിൽ 56 subsection 2 clause 10 അതർവൈസ് വിൽ നോട്ട് അട്രാക്ട്. IFOസിൽ അട്രാക്ട് ചെയ്യില്ല. സോ പറയുന്ന പ്രൊവിഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണല്ലോ അല്ലേ എല്ലാം? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ക്ലബിംഗ് ഓഫ് ഇൻകം ഡിസ്കസ് ചെയ്യാം.
സോ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ അല്ലെ? നോട്ട്സ് അയക്കാം, 3 നാളായിട്ട് തന്നെ അയക്കാം, 2ന്റെയും അയക്കാം. നാളെ നമുക്ക് ക്ലബിംഗ് ഓഫ് ഇൻകം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.